കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മാധുര്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പുതിയ കർത്തൃദിവസത്തിൽ ഒരു ആരാധന ചിന്ത നിങ്ങൾക്ക് കൈമാറുവാനിടയാകുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. അതിലേക്കായി കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം വായിക്കും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. ഇവിടെ നാം പലപ്പോഴും വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വേദഭാഗമാണെങ്കിലും ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലം ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. അതായത് 8-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ വായിച്ചാൽ മക്കദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപയെക്കുറിച്ച് പൗലോസ് പറയുകയാണ്. അവർ കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നു. എന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു എന്ന് അവിടെ പറയുകയാണ്. അതുപോലെ അവരെ പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും സ്വമേധയായി കൊടുത്തു എന്നൊക്കെയാണ് നാം ഇവിടെ വായിക്കുന്നത്. അങ്ങനെ ഒരു ദൈവ പൈതലിൻ്റെ അല്ലെങ്കിൽ ദൈവ മക്കളുടെ സഹജീവികളോടുള്ള അവരുടെ അനുകമ്പ, ആ അനുകമ്പയിൽ നിന്ന് ഉയർന്നു വരുന്ന സഹായം അല്ലെങ്കിൽ ധർമ്മശേഖരം, അത് എങ്ങനെയാണ് മക്കദോന്യ സഭകൾ പ്രായോഗികമാക്കിയത് എന്നാണ് അപ്പോസ്തലൻ ഇവിടെ പറഞ്ഞു വരുന്നത്. അങ്ങനെ പറഞ്ഞു വന്നിട്ട് നമ്മുടെ കർത്താവിൻ്റെ അനുഭവം താൻ ഓർപ്പിക്കുകയാണ്. കർത്താവിൻ്റെ അനുഭവം എന്താണ്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്നു. അതാണ് ശരിയായ കൃപ എന്ന് പൗലോസ് ഇവിടെ ഓർപ്പിക്കുക. നമുക്കറിയാം, നമ്മുടെ കർത്താവ് സമ്പന്നനായിരുന്നു എന്ന് പറഞ്ഞാൽ അവൻ്റെ സമ്പത്ത് എത്രയുണ്ടെന്ന് പറയാനായിട്ട് ഇവിടെ പൗലോസ് ശ്രമിക്കുന്നില്ല. കാരണം അങ്ങനെ ശ്രമിക്കുന്നത് തന്നെ പോഷത്വരമാണ്. കർത്താവിൻ്റെ സമ്പത്തിനെക്കുറിച്ച് ആർക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയും? ഈ പ്രപഞ്ചം മുഴുവൻ കർത്താവിൻ്റെ വകയല്ലേ. റോമാലേഖനം 11-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് വരുമ്പോൾ ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ എന്ന് നാം വായിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ സമ്പത്തിൻ്റെ ആഴം ആർക്കും ഗ്രഹിക്കാവുന്നതല്ല. അപ്പോൾ ആ കർത്താവ് ആരായി? ദരിദ്രനായി തീർന്നു. ആർക്കു വേണ്ടിയാണ് ദരിദ്രനായത്? നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി. നമ്മെ സമ്പന്നരാക്കുവാൻ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ദരിദ്രനായി തീർന്നു. നമുക്കറിയാം, ലോകത്തിൽ അനേക സമ്പന്നന്മാരുണ്ട്. ഇന്ത്യയിൽ തന്നെ മുകേഷ് അംബാനി, അദാനി, അതുപോലെ MA യൂസഫ് അലി, ഇവരൊക്കെ സമ്പന്നന്മാരാണ്. ഞാൻ ചോദിക്കട്ടെ, അവർ സമ്പന്നന്മാരാണ്. അവരുടെ സമ്പത്തിൽ നിന്ന് അവർ ദരിദ്രർക്ക് കൊടുക്കാറുണ്ട്, ഇല്ലേ? കൊടുക്കാറുണ്ട്, നമുക്ക് നിശ്ചയമായും അറിയാം. എന്നാൽ ഞാൻ ചോദിക്കുന്നത്, അവരാരെങ്കിലും തങ്ങളെ തന്നെ ദരിദ്രരാക്കി പിന്നെ ദരിദ്രരെ സമ്പന്നരാക്കിയിട്ടുണ്ടോ? ഉണ്ടോ? ഒരിക്കലുമില്ല. അവർ കൊടുക്കുന്നത് അവരുടെ സമ്പത്തിൻ്റെ ഒരു ചെറിയ വിഹിതമാണ്. നമ്മളിപ്പോൾ ഒരു 1 രൂപ അല്ലെങ്കിൽ 2 രൂപ എന്നൊക്കെ പറയുന്നത് പോലെയേ ഉള്ളൂ അവർ കൊടുക്കുന്ന കോടികളോ ലക്ഷങ്ങളോ എന്ന് പറയുന്നു. അപ്പോൾ അവർ ദരിദ്രന്മാരെ സഹായിക്കാറുണ്ട്. പക്ഷേ അവർ സഹായിക്കുന്നത് അവരുടെ സമ്പത്തിൻ്റെ ചെറിയ ഒരംശം മാത്രം. അവർക്കതിനകത്ത് ഒന്നും പോകാനില്ല. അവരുടെ ഉള്ള ഡെപ്പോസിറ്റിൽ നിന്ന് കുറഞ്ഞതായിട്ട് അവർക്ക് തോന്നാറില്ല. അതുപോലെയുള്ള തീരെ ചെറിയ സംഭാവനകളാണ് അവർ നൽകുന്നത്. എന്നാൽ കർത്താവോ എന്താ പൗലോസ് ഇവിടെ പറയുന്നത്? കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ, ഞാൻ പറഞ്ഞു, അതിസമ്പന്നനാണ് നമ്മുടെ കർത്താവ്, മഹാസമ്പന്നനാണ് നമ്മുടെ കർത്താവ്. ആ മഹാസമ്പന്നൻ്റെ സമ്പത്തിൻ്റെ ഒരു ചെറിയ വിഹിതം തന്നാലും പോരായിരുന്നോ? അത് നമുക്ക് പോരായിരുന്നു, മതിയായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. പക്ഷേ കർത്താവിനത് പോരായിരുന്നു. നമ്മെ സമ്പന്നരാക്കുവാൻ, ദരിദ്രരായിരുന്ന നമ്മെ സമ്പന്നരാക്കുവാൻ
കർത്താവ് തൻ്റെ സമ്പത്ത് മുഴുവനായിട്ട് തന്നു. നമുക്കറിയാം, ജനിക്കാനൊരിടം കർത്താവിനുണ്ടായില്ല, അല്ലേ? പുൽത്തൊട്ടിയിൽ ജനിച്ചു എന്ന് ക്രൈസ്തവരൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിന് പോലും വേദപുസ്തകത്തിൽ തെളിവില്ല. വല്ല കടത്തിണ്ണയിലോ കുറ്റിക്കാട്ടിലോ ഒക്കെ ആയിരിക്കാം മറിയ യേശുവിനെ പ്രസവിച്ചത്. കരം കൊടുക്കാൻ കാശില്ലാതെ വന്നപ്പോൾ ശിഷ്യന്മാരെ, പത്രോസിനെ പറഞ്ഞയച്ച് മീനെ പിടിച്ച് അതിൻ്റെ വായിൽ നിന്ന് ചതുർദ്രഹ്മ പണം എടുത്ത് കരം കൊടുത്തതായിട്ട് നമ്മൾ വായിക്കും. കയറി കിടക്കാൻ പാർപ്പിടം ഉണ്ടായിരുന്നു. ഓരോരുത്തരും താന്താൻ്റെ വഴിക്ക് പോയപ്പോൾ യേശുവോ ഒലിവ് മലയിലേക്ക് പോയി എന്നാണ് യോഹന്നാൻ 7-ന്റെ അവസാനം 7-ന്റെ അവസാനവും 8-ന്റെ ആദ്യവുമായിട്ട് നമ്മൾ വായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ പോട്ടെ, മരിക്കാൻ നേരം ഒരു കിടക്കയിൽ കിടന്ന് മരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായോ? ഉണ്ടായില്ല. സ്വന്തം തോളിൽ തല അയച്ചുകൊണ്ടാണ് കർത്താവ് മരിക്കുന്നത്. വാസ്തവത്തിൽ ഇതൊക്കെ ആർക്കു വേണ്ടിയായിരുന്നു? ദൈവമക്കളെ, ആർക്കു വേണ്ടിയായിരുന്നു? നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി. നമ്മുടെ നെഞ്ചത്ത് കൈവച്ചിട്ട്, കർത്താവേ, നീ ദരിദ്രനായി തീർന്നത് എനിക്ക് വേണ്ടിയായിരുന്നു, എന്നെ സമ്പന്നനാക്കാൻ വേണ്ടിയാണ് നീ ദരിദ്രനായി തീർന്നത്. ഞാനത് ഓർക്കുന്നു, ഞാനത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ വാഴ്ത്തുന്നു, ദൈവത്തെ വന്ദിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സകല സ്തുതിയും സ്തോത്രവും ബഹുമാനവും പുകഴ്ചയും അങ്ങേക്ക് അർപ്പിക്കുന്നു. എന്നെ സമ്പന്നനാക്കാൻ അവിടുന്ന് ദരിദ്രനായി തീർന്നു. ഈ കൃപ അറിഞ്ഞുകൊണ്ട് നമുക്കവനെ ആരാധിക്കാം. അവിടുത്തെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടട്ടെ. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഞങ്ങളെ സമ്പന്നരാക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ദരിദ്രനായി തീർന്ന കൃപ ഞങ്ങൾ അറിയുന്നു. ആ കൃപ ഞങ്ങൾ വാസ്തവത്തിൽ കർത്താവെ മനസ്സിലാക്കാതെയാണ് അനേക നാളുകൾ ജീവിച്ചത്. എന്നാൽ ഇന്ന് ഞങ്ങൾ ആ കൃപ അറിയുന്നു. കർത്താവിനെല്ലാ മഹത്വവും കരയേറ്റുന്നു. യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.